മറുമൊഴിയാണ് ഹൃദയമൊഴി. ജലീൽ കുറ്റ്യാടിയെ സ്നേഹത്തോടെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനേറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന KT സൂഫി മാഷ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ 35 വർഷത്തെ ആത്മബന്ധമുള്ള ബന്ന ചേന്നമംഗലൂർ, പിന്നെ കുമാർ സാഹിബ്, ഇവിടെ ഇവരൊക്കെ ഉള്ള ബന്ധം. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ദൂരെ ഓടി വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ നന്ദി രേഖപ്പെടുത്താൻ മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അതിൻ്റെ സമയം അത്രയേ ഉള്ളൂ. കവിതയെ പറ്റിയൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. 40 വർഷത്തെ പ്രവാസികത്തിനിടയ്ക്ക് എനിക്ക് വന്നൊരു 150-200 കവിതകൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് അമ്മാർ സാഹിബിനോട് പറഞ്ഞപ്പോൾ അമ്മാർ സാഹിബ് പറഞ്ഞു ഒരു 60 മതി, അതിലധികം വേണ്ട. ഇപ്പോൾ ഒന്നാമത്തെ. രണ്ടാമത്തെ പിന്നെ യാത്ര, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇനി യാത്രാ വിവരണം മതി, കവിത പിന്നെ ചെയ്യാനൊക്കെ പറഞ്ഞ് നിർത്തി വെച്ചിരിക്കുന്നതാണ്. 40 വർഷത്തിനുള്ളിൽ പിന്നെ ഗൾഫിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാതെ മിഡിൽ ഈസ്റ്റിലുണ്ടായ ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് കുവൈത്ത് യുദ്ധം. ആ യുദ്ധം എനിക്ക് പിന്നെ മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പ്രയാസം ഉണ്ടാക്കിയതാണ്. അതാണ് നേരത്തെ പറഞ്ഞ 2 പേർക്ക് ജാമ്യം എന്നതിൻ്റെ പേരിൽ അവർ ഖത്തർ വിട്ടു പോയപ്പോൾ ഞാനത് അറിഞ്ഞില്ല. പിന്നീടാണ് എനിക്ക് എൻ്റെ പേരിൽ കേസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർ പോയവർ. പക്ഷേ ഞാനത് 2 വർഷം കേസ് നടത്തി. പിന്നെ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചു. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. എൻ്റെ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, സാമ്പത്തിക നഷ്ടം വന്നു, അപ്പം ജയിലിലായി. ഇതൊക്കെ ഉണ്ട്, സാറില്ല. അതുകൊണ്ടൊന്നും ഇതുവരെ എനിക്ക് പ്രയാസങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളുണ്ട്. നാട്ടിലത്തെ കാശ്മീരിലുള്ള മുതൽ വയനാട്ടിലെ പിന്നെ ദുരന്തം വരെ ഓരോ കവിതകളായിട്ട് എഴുതാൻ എനിക്ക് സാധിച്ചു. അങ്ങനെയാണ് ഈ കവിതകൾ ഉള്ളത്. ഞാനെനിക്ക് തോന്നുന്നു എൻ്റെ കവിതകൾ മുഴുവൻ അധികവും ഞാനൊന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യം ഞാൻ ബന്നമാഷ്ക്ക് അയച്ചു കൊടുക്കുക. എമ്മാർ സാഹിബിൻ്റെ ഒരുപാട് സഹായങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ഇങ്ങനെ ഉപദേശിക്കും, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതൊക്കെ എനിക്കൊരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തേൻതുള്ളി എന്ന സിനിമയിൽ അദ്ദേഹം ഓത്തുപള്ളി പാടുമ്പോൾ അതേ സിനിമയിൽ തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠൻ അമീർ ഷർവാനിയും പീർ മുഹമ്മദും പിന്നെ ഉമറൊക്കെ പാട്ട് പാടിയിരുന്നു ഒന്നിച്ച്. ആ കാലഘട്ടം മുതലേ എനിക്ക് അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. അങ്ങനെയാണ് വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ വരുന്നതെന്ന് പറഞ്ഞത്. ഇവരോട് കടപ്പാടുണ്ട്, ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. സൂഫി മാഷാണ് ഇതിൻ്റെ അവതാരിക. സൂഫി മാഷ് വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു പിന്നെ എനിക്ക് ഞാൻ കവിത കൊടുത്തത്. അപ്പോൾ സൂഫി മാഷ് പറഞ്ഞു എന്നോട് 1 മാസം കഴിയട്ടെ. സൂഫി മാഷായിട്ട് ബന്ധപ്പെടാൻ നോക്കും. സൂഫി മാഷ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു, വീണ്ടും ഒരു മരണം ഉണ്ടായി. 3 മരണങ്ങൾ സൂഫി മാഷ കുടുംബത്തിലുണ്ടായി. 8 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ സൂഫി മാഷത്തിന് ഇത് എഴുതി വാങ്ങുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ഇത്രയും ആ പ്രയാസ കാലഘട്ടത്തിലും സൂഫി മാഷ് എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഏറ്റവും കടപ്പെട്ടതും നന്ദിയും രേഖപ്പെടുത്തുന്നത് സൂഫി മാഷോടാണ്. ഒന്നാമത്തെ. രണ്ടാമത്തത് നമ്മുടെ അമ്മാർ സാഹിബിനോടാണ്. ഞാൻ വിസ എടുത്ത് ഷാർജയിൽ പോയി അവിടെ നിന്നതിന് ശേഷമാണ് അവിടുത്തെ കുമാർ സാഹിബുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് സ്ലോട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 450 കോപ്പിയാണ് ഇത് കൊണ്ടുപോയി ഷാർജയിൽ. അങ്ങനെ അവിടെ വെച്ച് തന്നെ 400 കോപ്പി പെട്ടെന്നത് വിറ്റ് പോവുകയും പിന്നെ 50 കോപ്പി ഞാനവിടെ പലർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഖത്തറിൽ വലിയൊരു സദസ്സിൽ സൂഫി മാഷയും KNൻ്റെയും സാന്നിധ്യത്തിൽ ഇത് പ്രകാശനം ചെയ്യപ്പെട്ടു. അവിടെയും കൊണ്ടുപോയി 1000 കോപ്പി ഖത്തറിൽ ഷാർജയിൽ കൊടുത്ത് ഒഴിവാക്കി. ബാക്കി 1000 കൂടെ ഉണ്ട്. അത് നിങ്ങളെല്ലാം കൂടി വാങ്ങണം. അതുമാത്രമല്ല, ഞാൻ പ്രഖ്യാപിക്കുകയാണ്, കുന്നുമ്മൽ സബ് ജില്ലയിലുള്ള എല്ലാ ലൈബ്രറികളിലേക്കും സൗജന്യമായിട്ട് ഈ പുസ്തകം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്.